ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതിന് മെയിൻ കാരണം എന്താണെന്നോ, നിങ്ങളെ ഈ ഒരു ചെടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഉള്ള പ്ലാന്റ് തന്നെ നമ്മുടെ സോമ്പാറ്റാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന സോമ്പാറ്റിൽ കുറച്ച് പേർക്ക് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. സോമ്പാറ്റ് കിട്ടിയിട്ടുള്ളവർ പ്രത്യേകം ഒന്ന് നോക്കി വെച്ചു. നിങ്ങൾക്ക് തന്ന സോമ്പാറ്റിലെ ഏറ്റവും ചെറിയ ചെടിയും ആരോഗ്യം വളരെ കുറഞ്ഞ് പ്ലാന്റ്സ് വന്ന കൂട്ടത്തിൽ 2-3 ലീഫ്, ആകെ അതിനും 4 ലീഫേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്ലാന്റിന്. പക്ഷെ അതിലെ 2 ലീഫ് മൊത്തം ഒടിഞ്ഞു പോയിട്ട് പിന്നെ 2 ലീഫ് കൂടെ അതിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഞാനിത് മാറ്റി വെച്ചു. അപ്പം തന്നെ ഞാനിത് റിപ്പോർട്ട് ചെയ്ത് മാറ്റി വെച്ചു. അത് പിടിച്ചു കിട്ടുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനത് നോക്കിയപ്പോൾ കണ്ട ഒരു വളരെ സന്തോഷകരമായ കാഴ്ച നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഒരു ബേബി പ്ലാന്റ് അതിന് വന്നു. ലീഫൊക്കെ വന്നേക്കുന്ന കണ്ടോ, അടാറൊരു ഐറ്റമായിട്ട് ഇതങ്ങ് മാറി എന്നുള്ളതാണ്. കണ്ടോ, ഞാൻ ഇത് താഴേക്ക് വെച്ച് കാണിക്കാമേ, എങ്കിലും ഇത് വളർച്ച കൃത്യം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത്രയ്ക്കും വളർന്നുണ്ടേ. ഞാൻ പ്രത്യേകിച്ച് ഒരു വളമൊന്നും കൊടുത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാതെ ഞാൻ ഇതിനെന്തോ വളം ചെയ്തൊന്നും ഒന്നും ചെയ്തില്ല. ഈ മണ്ണ് കണ്ടല്ലോ, ഇത് മണലാണ്. മണൽ, നമ്മുടെ വെർമി കമ്പോസ്റ്റ്, പിന്നെന്താണ് നമ്മുടെ പെർലൈറ്റും, പിന്നെ കുറച്ച് സാഫും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ചാണകപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളമൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. പക്ഷേ നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകത കണ്ടോ, എടുക്കുമ്പോൾ ഇങ്ങനെ ലൂസായിരിക്കണം. ഇത് വെള്ളമായ ഒന്നുമില്ല. കണ്ടല്ലോ, മണ്ണ് വളരെ ഡ്രൈ ആണ്. ഇങ്ങനെ ഇത്ര ഡ്രൈ ആക്കി വേണം വെക്കാൻ. ഇനി ഇതിന് ആഴ്ചയിലൊരിക്കൽ, ഇനി ഞാൻ വെള്ളം കൊടുക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം, ഒരു ശകലം വെള്ളം കൊടുക്കും. കണ്ടല്ലോ, അപ്പം സോമ്പാറ്റ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ധൈര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ് വരും, അത് ഉറപ്പാണ്. അതെ, എൻ്റെ സോമ്പാറ്റാണ് അതിന് സാക്ഷി. ഒന്ന്, പിന്നെ അതുപോലെ ബേബി പ്ലാന്റ് വന്നിട്ടുള്ള വേറൊരു പ്ലാന്റ്, ഇത് നിങ്ങൾക്ക് തന്നപ്പോഴും ബേബി പ്ലാന്റ് ഉള്ള പ്ലാന്റ് തന്നെയല്ലേ. എന്താണ് നമ്മുടെ വിദൂരി, അത് അത്യാവശ്യം നല്ല വലിപ്പവും ബേബി പ്ലാന്റ് വന്ന. പിന്നെ ബേബി പ്ലാന്റ് വന്ന ഒരു പ്ലാന്റ് കണ്ട, നമ്മുടെ ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ഒരു പ്ലാന്റ്, കുഞ്ഞൊരു തൈ വന്നു. ഇനി ഇതിൽ ബേബി പ്ലാന്റ് വരാൻ താമസമുള്ള ഒരു പ്ലാന്റ് ഞാൻ നോക്കിയിട്ട് ഇതാണ്. എന്താണ്, ഗ്രീൻ ക്രിസ്റ്റൽ അല്ലേ, അതാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അതെ, ഗ്രീൻ ക്രിസ്റ്റൽ. അപ്പോൾ ഇതിന് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ലതായിട്ട് സെയിൽ ചെയ്തതാണ്. ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഇത്. പക്ഷേ ഇതൊരു ബേബി പ്ലാന്റ് വരാൻ ഇച്ചിരി താമസം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഈ തണ്ട് ഭാഗം ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, ഈ തണ്ട് ഭാഗം ഇത് ഇച്ചിരി മൂത്ത് വരും, മേളിലേക്ക് കുറച്ചുകൂടി നല്ല കട്ടിയിലേക്ക് വരുവേ. കട്ടിയിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇതുപോലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വളർന്ന് ഇവിടം വരെ വരുന്ന സമയത്ത് ഈ ഭാഗം നല്ല കട്ടിയാവുമ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ പിടിപ്പിച്ചാൽ നമുക്കൊരു പ്ലാന്റ് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആ സെയിം തന്നെ കളക്ഷൻ അതിൻ്റെ ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. ഈ പ്ലാന്റ് ഇങ്ങനെ അങ്ങ് വളരും, പക്ഷെ നല്ല ഭംഗിയാണ്. വളർന്നാലും കട്ട് ചെയ്യാൻ പോലും തോന്നില്ല, അമ്മാതിരി ഭംഗിയാണ് ആ പ്ലാന്റ് ഇരിക്കുന്നത് കണ്ടാൽ. ആ നല്ല കടും പച്ച നിറം, അതിനകത്തൊരു മഞ്ഞ ലൈൻ പോലെ, നല്ല രസമാണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സൊക്കെ തന്നെ. സൺസ്റ്റാറിൻ്റെ ഒരു കുഞ്ഞു പ്ലാന്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്തതിൻ്റെ ബാക്കി 1-2 എണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനോർത്ത് അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇത് വേറെ ആരും പ്രത്യേകിച്ച് ഓർഡറൊന്നും വരാഞ്ഞുകൊണ്ട് ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഒന്ന് റിപ്പോർട്ട് ചെയ്ത് സിറ്റൗട്ടിലോട്ടൊന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇത്രയാണ് ഈ ഭാഗത്ത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് കണ്ടോ, ഒരു അടിപൊളി ഒരു പ്ലാന്റ്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഒരു മൂല കണ്ടിത് വെക്കണം. കാരണം ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ. ഒരു വൈറ്റ് പോട്ടിലൊക്കെ ഇറക്കി ഇങ്ങനെ വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഒരു രാജാവിൻ്റെ തലയെടുപ്പോടെ അത് അവിടെ അങ്ങനെ നിൽക്കും. കണ്ടോ, അത്ര വേറെ ഇനി ഒന്നും വെക്കണ്ട. കണ്ടോ, അതിൻ്റെ ആ ഒരു തലയെടുപ്പ് കണ്ടോ, അമ്മാതിരി ഭംഗിയിൽ നിൽക്കും. പിന്നെ വേറൊരു ഗ്രീൻ വെറൈറ്റി ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ലീഫിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ഇത് നമ്മുടെ ഉപ്പുമാങ്ങ ഭരണിയാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മ മാങ്ങയൊക്കെ ഉപ്പിലിട്ടിരുന്ന ഭരണിയാണ്. അത് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്ന. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഭരണിയൊക്കെ.
അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെയൊക്കെ വെക്കാം. ഇപ്പം മിക്കവരുടെയും വീടുകളിൽ ഇത് ഭാരണിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വെച്ചിരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. ആരുടെയിലൊക്കെ ഇങ്ങനത്തെ ഭരണിയുണ്ട്, നിങ്ങളിങ്ങനെ ചെടി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഈ ചെടിയുടെ പ്രത്യേകത കണ്ടോ, ഉണ്ടോ ലീഫിൻ്റെ ആ ഒരു ഭംഗി എന്താ, ഇതാ പച്ച നിറം, ചുമപ്പ്, കടും പച്ച, എന്താ അതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല. മഞ്ഞ നിറം, അതിൻ്റെ ഇടയ്ക്കൊരു മഞ്ഞ് ഒക്കെ അതൊന്നൊരു അടിപൊളി. അവിടെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ പനാമ ഭയങ്കര കളർഫുള്ളാണ്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു ഫുൾ പോട്ടാണിത് കേട്ടോ. ഇതിനകത്ത് കാണുന്നുണ്ടോ 2 പ്ലാന്റാണ്. ഒരു പ്ലാന്റ് ഇത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നതായിരുന്നു. അതിൽ ഒരു പോട്ടിൽ 2 പ്ലാന്റാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ ബേബി പ്ലാന്റ് വന്ന് വലുതായിട്ടുള്ള പ്ലാന്റ് തന്നെ. പക്ഷേ അത്യാവശ്യം അവർ കവർ ചെയ്തു, ആ ഒരു സ്ഥലം ഫുൾ കവർ ചെയ്തു. കണ്ടോ, ഞാൻ ഈ മെയിൻ ഡോറിൻ്റെ 2 സൈഡിലായിട്ടാണ് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. കണ്ടോ, അങ്ങനെയാണ് ഈ ചെടി ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ടീപ്പോയിൽ ഒരു ചെറിയൊരു പനാമയാണത്. ടീപ്പോയിൽ വെച്ചിരിക്കുന്ന അത് അത്യാവശ്യം നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെടി ഈ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയുടെ ഒരു കളക്ഷൻ. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ റെഡ് വെറൈറ്റീസ് ദാണ്ട് ഇത്രയും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. ആർക്കെങ്കിലും റെഡ് വെറൈറ്റീസ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമ്പർ പറഞ്ഞേക്കാം, 8848296441. നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ ഇരിപ്പുള്ളൂ, കുറച്ച് റെഡ് വെറൈറ്റീസ് കൂടെ ഇരിപ്പുള്ളൂ. അത് ഞാൻ പരമാവധി വില കുറച്ചിട്ടാണിപ്പോൾ ഈ റെഡ് വെറൈറ്റീസ് ഇപ്പോൾ കൊടുക്കുന്നത്. ആർക്കെങ്കിലും കുറഞ്ഞ വിലയിൽ ഈ റെഡ് വെറൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണേ. ഇതിനകത്ത് മദർ പ്ലാന്റും ഉണ്ട്, ചെറിയ പ്ലാന്റും ഉണ്ട്. മദർ പ്ലാന്റിന് ഞാൻ പരമാവധി വില കുറച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയാണ് നമ്മുടെ ഈ സിറ്റ് ഔട്ടിൽ അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ചെടികൾ. നിങ്ങൾ കാണിക്കാം, കണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിനെന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ എനിക്കൂടെ ഒന്ന് പറയുക, എന്നോടൊന്ന് പറഞ്ഞു തരിക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം, മെസ്സേജ് ചെയ്യണം. പേഴ്സണലായിട്ട് നമ്മുടെ വാട്സപ്പ് മെസ്സേജിൽ തന്നെ മെസ്സേജ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.